പലപ്പോഴും കർഷകനെയും കർഷക തൊഴിലാളിയെയും കർഷക പ്രഭുക്കന്മാരെയും നിർവചിക്കുന്നത് നമുക്ക് പലപ്പോഴും ചിന്താക്കുഴപ്പങ്ങൾ സംഭവിക്കാറുണ്ട്. കർഷക തൊഴിലാളി എന്നത് സ്വന്തമായി ഭൂമിയില്ലാത്ത, കൃഷിഭൂമിയില്ലാത്ത, കൃഷി ഉപജീവന മാർഗമായി സ്വീകരിച്ച് അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളി, അതിൻ്റെ വേതനം പറ്റി ജീവിക്കുന്നവരെയാണ് നമ്മൾ കർഷക തൊഴിലാളികൾ എന്ന് പറയുക. കർഷകരെന്ന് പറയുന്നത് സ്വന്തമായി ഭൂമിയുള്ളവരാണ്, പക്ഷെ അവർ തന്നെ സ്വയം കൃഷി ചെയ്ത് ജീവിക്കുന്നവരുമാണ്. എന്നാൽ ഭൂസ്വാമിമാർ എന്നോ ജന്മിമാരെന്നോ വിളിക്കുന്ന കർഷക പ്രഭുക്കന്മാർ ആയിരക്കണക്കിന് ഏക്കറിൻ്റെ ഉടമകളാണ്. അവർ ഈ വസ്തു പാട്ടത്തിന് കൊടുത്ത് കർഷകർക്ക് പാട്ടത്തിന് കൊടുത്ത് കാർഷിക തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിച്ച് അതിൽ നിന്ന് ആദായം പറ്റി ജീവിക്കുന്നവരുമാണ്. ഈ മൂന്നായിട്ട് തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിപ്പോൾ പറയുന്നതിൻ്റെ കാരണം, കേരളത്തിൽ ഒരുപക്ഷെ ഏഷ്യയിൽ തന്നെ ആദ്യമായി നടന്ന കർഷക തൊഴിലാളി സമരം അയ്യങ്കാളി നയിച്ചതാണ്. 1990-ാം ആണ്ട് ലഹള എന്ന് നമ്മൾ പറയുന്ന 1914 ഉരുട്ടമ്പലത്ത് പഞ്ചമി എന്ന വിദ്യാർത്ഥിക്ക് സ്കൂളിൽ പ്രവേശനം ലഭിക്കാതെ വന്നതിനെ തുടർന്നുണ്ടായ കലഹങ്ങളാണ് നമ്മൾ അയ്യങ്കാളി നയിച്ച കർഷക തൊഴിലാളി സമരം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യത്തേതാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല, പക്ഷേ അത് ഏഷ്യയിലെ തന്നെ ആദ്യത്തേതാണ് എന്ന് ചരിത്രകാരന്മാർ അടയാളപ്പെടുത്തുന്നു. ഇത് കർഷക തൊഴിലാളി സമരമാണ്. എന്നാൽ അതിനു മുമ്പ് സമരം നടന്നിട്ടുണ്ടോ? കർഷക സമരങ്ങൾ നടന്നിട്ടുണ്ടോ? അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിൻ്റെ ഉത്തരം കർഷക സമരം നടന്നിട്ടുണ്ട് എന്നാണ്. ഏകദേശം അയ്യങ്കാളി നടത്തിയ സമരത്തിനും ഏകദേശം 100 കൊല്ലങ്ങൾക്ക് മുമ്പ്, അതും നടന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. ചെറുകിട കർഷകർ ഒന്നിച്ച് സംഘടിച്ച് രാജസ്ഥാനത്തിനെതിരെ, സമൂഹത്തിലെ പ്രമാണിമാർക്കെതിരെ അല്ല, രാജസ്ഥാനത്തിനെതിരെയാണ് ആ സമരം നടന്നത്. ആ സമരത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് അതിൻ്റെ പശ്ചാത്തലം നമ്മളൊന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്കറിയാം, ഏകദേശം കന്യാകുമാരി തിരുവനന്തപുരം ജില്ലയോളം മാത്രം വലിപ്പമുണ്ടായിരുന്ന പഴയ തിരുവിതാംകോടിനെ വിശാല തിരുവിതാംകൂറാക്കി മാറ്റുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലം എന്ന് പറയുന്ന 1729 മുതൽ 1758 വരെയാണ്. എന്നിട്ട് അദ്ദേഹം ഈ 2 ജില്ലയോളം വലിപ്പമുണ്ടായിരുന്ന തിരുവിതാംകൂറിനെ ചേർത്തല വരെ, കരപ്പുറം വരെയുള്ള പ്രദേശങ്ങൾ അത്രയും വലിപ്പമുള്ള ഒരു പ്രദേശമാക്കി, ഒരു രാജ്യമാക്കി മാറ്റുകയാണ് ഉണ്ടായത്. ഇതിനിടയിൽ പല ജാതി മത വർഗ വർണ്ണ വ്യത്യാസമന്യേ പല ആളുകളെയും കൊല്ലേണ്ടി വന്നിട്ടുണ്ട്. പല ആരാധനാലയങ്ങളും, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ആരാധനാലയങ്ങളെ പലതും തകർക്കേണ്ടി വന്നിട്ടുണ്ട്. പല നിരപരാധികളെയും കൊല്ലേണ്ടി വന്നിട്ടുണ്ട്. ഇതിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിച്ചത് ബ്രഹ്മഹത്യ മഹാപാപം എന്ന, ബ്രാഹ്മണനെ കൊന്നു, ബ്രാഹ്മണന്റെ ഇല്ലങ്ങൾ നശിപ്പിച്ചു, ഇതൊരു മഹാപാപമാണ് എന്ന് ജ്യോത്സ്യന്മാരോ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുരോഹിതന്മാരോ അദ്ദേഹത്തിന് ഉപദേശിച്ചതിന് പാപപരിഹാരമായി, അതായത് ഈ ബ്രഹ്മഹത്യയ്ക്ക് പാപപരിഹാരമായി തിരുവനന്തപുരത്ത് അദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടപ്പിലാക്കിയ ഒരു ഭക്തി ചര്യയാണ് മുറജപം. 6 കൊല്ലത്തിലൊരിക്കൽ നടക്കുന്നതാണ് ഈ മുറജപം. ആഠ്യ നമ്പൂതിരിമാരെ മലബാറിൽ നിന്ന് കൊണ്ടുവന്ന് അവർ 52 ദിവസമായി ജപിച്ചു തീർക്കുന്ന ഈ ഭക്തിചര്യ പത്മനാഭസ്വാമി ക്ഷേത്രം കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. അപ്പോൾ മലബാറിൽ നിന്നെത്തുന്ന ആഠ്യ ബ്രാഹ്മണർക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിരിക്കുന്നത് കോട്ടയ്ക്കകത്താണ്. അവരുടെ ഈ നമ്പൂതിരിമാരുടെ വെളുപ്പിനുള്ള കുളിയും തേവാരവും നടത്തുന്നതിന് വേണ്ടി സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള പത്മതീർത്ഥമാണ്. പത്മതീർത്ഥത്തിൽ കാലത്ത് എണീറ്റ് കുളിയും തേവാരവും കഴിഞ്ഞിട്ടാണ് അവരുടെ മറ്റു കർമ്മങ്ങളിലേക്ക് കടക്കുക. അപ്പോൾ ഈ മുറജപം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ പത്മതീർത്ഥം ശുചീകരിക്കേണ്ടതുണ്ട്.
ഈ പത്മതീർത്ഥം ശുചീകരിക്കുന്നതിനാവശ്യമുള്ള വെള്ളം ഉപയോഗിക്കുന്നത് നമ്മുടെ നെടുമങ്ങാട് നിന്ന് ഉത്ഭവിച്ച് ഏതാണ്ട് തിരുവല്ലത്ത് അവസാനിക്കുന്ന കിള്ളിയാറ്റിലെ ജലം കൊണ്ടാണ്. അപ്പൊ കിള്ളിയാറ്റിലെ ജലം കൊണ്ടുപോകുന്നതിന് ചെയ്തിരിക്കുന്നത് നമ്മുടെ മരുതൻകുഴിയിലെ ഒരു അണ കെട്ടി അണയിൽ വെള്ളം ശേഖരിച്ച് അവിടെ നിന്ന് കൊച്ചാർ എന്ന് പറയുന്ന കൈത്തോട് വെട്ടി ആ കൈത്തോടിനെ പത്മതീർത്ഥത്തിൽ കൊണ്ടുവന്ന് വെള്ളം ഒഴുക്കി എന്നിട്ട് അവിടെയുള്ള അഴുക്ക വെള്ളത്തിനെ പുറന്തള്ളി ആണ് ഈ കുളം ഈ പത്മതീർത്ഥം ശുചീകരിക്കുന്നത്. 62ാമത്തെ, ഞാൻ നേരത്തെ പറഞ്ഞു 6 കൊല്ലത്തിൽ നടക്കുന്ന മുറജപം, അതിൻ്റെ 62ാമത്തെ മുറജപം നടക്കുന്ന കാലം 1816. അന്ന് കാലവർഷം കാലം തെറ്റുകയും അതിരൂക്ഷമായ വരൾച്ച വരികയും അതിനെ തുടർന്ന് കിള്ളിയാറ് ഒരു തുള്ളി വെള്ളമില്ലാതെ വറ്റി വരളുകയും ചെയ്തു. നമ്പൂതിരിമാർക്ക് കുളിക്കാൻ ശുദ്ധജലമില്ല, അവരുടെ തേവാരപ്പുരകൾ അടഞ്ഞു കിടക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ ഇതിന് പരിഹാരമായി ആലോചിച്ചത് അരുവിക്കരയ്ക്ക് നിന്ന് വട്ടിയൂർക്കാവിലേക്ക് പോകുന്ന ഭാഗത്ത് 2.5 കിലോമീറ്റർ കഴിഞ്ഞ് ഇരുമ്പ എന്നൊരു സ്ഥലമുണ്ട്, ഇപ്പോഴും ഉണ്ട് ആ സ്ഥലം. ആ ഇരുമ്പയിൽ ഒരു അണ കെട്ടുക, കരമനയാറ്റിൽ. ഇന്ന് കരമനയാറ്റിലെ വെള്ളമാണ് തിരുവനന്തപുരത്തെ കുടിവെള്ള സ്രോതസ്. അന്ന് അരുവിക്കര അണ രൂപപ്പെട്ടിരുന്നില്ല. അരുവിക്കര അണയൊക്കെ രൂപപ്പെട്ട അതിൻ്റെ ഉദ്ഘാടനമൊക്കെ 1934 പിന്നീടാണ്. അപ്പൊ അതിനു മുമ്പ് ഏകദേശം 100-ലേറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇരുമ്പ എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് കരമനയാറ്റിൽ കുറുകെ ഒരു അണ കെട്ടി അവിടെ വെള്ളം ശേഖരിച്ച് ആ വെള്ളം ഇന്നത്തെ കെൽട്രോൺ കമ്പനിയുടെ പടിഞ്ഞാറ് വശത്തുള്ള അമ്പറ എന്ന് പറയുന്ന ഏകദേശം 2.5 കിലോമീറ്റർ നീളമുള്ള ഏലായിലൂടെ ഒരു തോട് വെട്ടി ആ തോട്ടിലെ വെള്ളം നേരെ കിള്ളിയാറ്റിലെത്തിക്കുക, എന്നിട്ട് കിള്ളിയാറ് വഴി നേരെ പത്മതീർത്ഥത്തിലെത്തിക്കുക. ഇതായിരുന്നു പദ്ധതി. അതായത് നമ്മുടെ കരമനയാറ്റിൽ ഇന്നത്തെ അരുവിക്കര അണക്കെട്ടിൽ നിന്ന് 2.5 കിലോമീറ്റർ പടിഞ്ഞാറുള്ള ഇരുമ്പ എന്ന സ്ഥലത്ത് അണകെട്ടി ആ വെള്ളം ശേഖരിച്ച് ആ വെള്ളം കെൽട്രോണിന്റെ പടിഞ്ഞാറ് വശത്തുള്ള അമ്പറ എന്ന് പറയുന്ന ഏല വെട്ടി തോടാക്കി ആ തോട് വഴി കിള്ളിയാറ്റിൽ വെള്ളം എത്തിക്കുക എന്നുള്ളതായിരുന്നു പദ്ധതി. അപ്പോൾ ഈ നിലങ്ങൾ മുഴുവൻ നശിപ്പിക്കപ്പെടും എന്നുള്ളതാണ്. ഈ 2.5 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ഈ പാടശേഖരം പൂർണ്ണമായി നശിപ്പിക്കപ്പെടും. ഇതെല്ലാം ചെറുകിട കർഷകരുടെ വകയാണ്. ഇവിടെ കൃഷി ചെയ്ത് അതുകൊണ്ട് മാത്രം ഉപജീവനം കഴിച്ചിരുന്ന കർഷകർ സംഘടിക്കുകയും രാജസ്ഥാനത്തിനെതിരെ കലാപം ഉയർത്തിവിടുകയും ചെയ്തു. ജോലിക്ക് വന്ന ആളുകളെ അവർ ചെറുക്കുകയും ഭീഷണിപ്പെടുത്തുകയും അതിൻ്റെ പേരിൽ ഒരുപാട് കൊച്ചു കൊച്ചു കലാപങ്ങൾ ഉയർന്നു വരികയും ചെയ്യും. ഈ വിവരം നമുക്ക് ലഭ്യമാകുന്നത് 1817 ഫെബ്രുവരിയിൽ തിരുവിതാംകൂറിൽ സർവേ നടത്തുന്നതിനായി വന്ന 2 ബ്രിട്ടീഷ് മിലിറ്ററി ഉദ്യോഗസ്ഥന്മാരായ ലെഫ്റ്റനന്റ് BS വാർഡ് എന്നും ലെഫ്റ്റനന്റ് PE കോർണർ എന്നും പറയുന്ന 2 യൂറോപ്യന്മാരുടെ റിപ്പോർട്ടിൽ നിന്നാണ്. ആ റിപ്പോർട്ടിൽ കൃത്യമായി ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. ആ റിപ്പോർട്ടിന്റെ പേര് ദ മെമ്മോയർ ഓഫ് ദി സർവേ ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ സ്റ്റേറ്റ്സ് എന്നാണ്. കൊച്ചിക്കും തിരുവിതാംകൂറിനും വേണ്ടിയുള്ള ഒരു പട്ടാള സർവേ ആയിരുന്നു. ആ സർവേ റിപ്പോർട്ടിൽ ഈ സമരം നടക്കുന്ന സമയത്താണ് ഇവരെത്തിച്ചത്. എന്ന് പറഞ്ഞാൽ 1816 മുതൽ 1817 വരെ 1 കൊല്ലക്കാലം ആ സമരം നീണ്ടു എന്ന്. പിന്നീട് നമുക്ക് കിട്ടുന്നൊരു വിവരം, ഈ ഏല പിന്നീട് അതായത് ഇപ്പം നിലമൊക്കെ നികന്നു പോയെങ്കിലും ഒരു 10, 20, 25 കൊല്ലത്തിന് മുമ്പ് അത് മുഴുവൻ നിലങ്ങളായിരുന്നു, കൃഷി ചെയ്തിരുന്നു. ഇതിൽ നമുക്ക് വ്യക്തമാകുന്നൊരു കാര്യം ആ സമരം വിജയിച്ചു എന്നാണ്. കർഷകർ നടത്തിയ ആ സമരം വിജയിക്കുകയും രാജസ്ഥാനം ഉത്തരവ് പിൻവലിക്കുകയും അതല്ലെങ്കിൽ ഈ ഒരു പദ്ധതിയിൽ നിന്ന് പിന്നോക്കം പോവുകയും ചെയ്തു എന്ന് വേണം നമ്മൾ കരുതാൻ. അന്ന് മഹാറാണി ഗൗരി പാർവതിഭായിയുടെ കാലത്താണ് ഇത്തരമൊരു ഉത്തരവിറങ്ങുന്നതും ആ ഉത്തരവിനെതിരെ കരകുളത്തെ കർഷകർ സംഘടിക്കുന്നതും സമരം ചെയ്യുന്നതും ആ ഉത്തരവ് ആ സമ്മർദ്ദത്തിൻ്റെ പേരിൽ പിൻവലിക്കപ്പെടുന്നതുമൊക്കെ. പിന്നെ എങ്ങനെയാണ് നമ്പൂതിരിമാർ കുളിച്ചത് എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല, കാരണം അതിന് കൃത്യമായ രേഖകൾ നമുക്ക് ലഭ്യമല്ല. പക്ഷെ 1817
ഈ സമരം നടന്നിരുന്നു എന്ന് ഇപ്പൊ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1817 ശേഷം വീണ്ടും 100 കൊല്ലങ്ങൾക്ക് ശേഷവും ഇവിടെ നിലങ്ങൾ ഉണ്ടായിരുന്നതായി നമുക്ക് രേഖയുണ്ട്. അപ്പോൾ ഏഷ്യയിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരം അയ്യങ്കാളിയാണ് നയിച്ചത് എങ്കിൽ അതിനൊരു 100 കൊല്ലത്തിന് മുമ്പ് കർഷകർ സ്വയം സംഘടിച്ച് സമരം ചെയ്തതിൻ്റെ ഒരു സമര ചരിത്രമാണ് നമുക്കുള്ളത്. വെറുതെ നെടുമങ്ങാട് പ്രദേശം എന്ന് പറയുന്നത് വിപ്ലവത്തിൻ്റെ വീര്യമുറങ്ങുന്ന മണ്ണാണ്. അതിൻ്റെ പാരമ്പര്യ ചരിത്രവും നമുക്ക് തരുന്നത് നെടുമങ്ങാടിന് ഇത്രയും വളരെ 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 പഴക്കമുള്ള ഒരു സമര ചരിത്രം ഉണ്ട് എന്നാണ് അത് അവതരിപ്പിക്കുകയാണ് ഈ എപ്പിസോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.